എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട്. പക്ഷെ പട്ടി കൊരക്കുന്നത് കണ്ടു വീണ്ടും പുറയിൽ നിന്നൊന്ന് കഴുത്തെ പിടിച്ചു, വീണ്ടും ഇരുമ്പോടിക്ക് അടിച്ചു, അതും കൈകൊണ്ടൊന്ന് തടുത്തു. മുഷ്ടി ഉരുട്ടിയാണ് ഇടിച്ചത്. 3-4 ഇടി ഇടിച്ചു. കട്ടാമ്പാര എടുത്തിട്ട് പിന്നെ കുത്തിപ്പിടിച്ചു. പുറകിലെ ഗ്രില്ലെല്ലാം തകർത്തിട്ട് 3-4 പേര് പുറകിലൂടെ ഓൾറെഡി ഈ ഭവനത്തിലേക്ക് കയറിയായിരുന്നു. അപ്പോഴാണ് ലീനസ് അച്ഛനെ, പ്രായമുള്ള 90 വയസ്സുള്ള അച്ഛനെ വായ നല്ലോണം വലിച്ചു മുറുക്കി കെട്ടി, കൈ രണ്ടും പുറകിലേക്ക് കെട്ടി. കാണാനിടയപ്പോൾ കർത്താവിനെ ചമ്പട്ടിയടിക്കാനായിട്ട് സീനായിരുന്നു ഓർമ്മ വന്നത്. അച്ഛൻ്റെ കാലിൽ രണ്ടും ഡ്രാഗ് ചെയ്തപ്പോൾ തൊലിയെല്ലാം പോയിട്ട് മുറിവുണ്ടായിരുന്നു. ആദ്യത്തെ അടിയിൽ തന്നെ തല മുസ്ലിഫിച്ച് വരുമല്ലേ വിറച്ചു പോയി. പിന്നെ ഒരു കത്തി കഴുത്തിൽ വെച്ചു. കൈ മുറിച്ച് കളയും, പൈസ ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ കൊന്നു കളയും. എൻ്റെ പേര് സിൽവിൻ കളത്തിൽ. ഞാൻ മഞ്ഞിമൽ പ്രൊവിൻസ് അംഗമാണ്. അഗസ്റ്റിൻ മുണ്ടൂരച്ചനാണ് പ്രൊവിൻഷ്യാവ്. അപ്പോൾ ഒറീസ മിഷനിലെ ഒരു 15 വർഷമായിട്ട് ഞാൻ അവിടെ സേവനം ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റുഡൻസൊക്കെ പുറത്തായിരുന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്ന 4 അച്ഛന്മാരിൽ ഒരാൾ വെക്കേഷനായിട്ട് ഇവിടെ കേരളത്തിലായിരുന്നു. പിന്നെ ഞാനും ലീനസ് അച്ഛനും മാത്രമായിരുന്നു അന്ന് അന്തേവാസികളായിട്ട് ഉണ്ടായിരുന്നത്. കൂടെ ഞങ്ങൾക്ക് പാചകം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ത്രീ, 51 വയസ്സുള്ള മാർസലീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധാരണ രീതിയിൽ ഞങ്ങൾ എല്ലാം ലോക്ക് ചെയ്ത് ഗ്രില്ല്, നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ലൊക്കെയാണ് ഞങ്ങൾക്ക് ആശ്രമത്തിനുള്ളത്. ഗേറ്റൊക്കെ പൂട്ടി മെയിൻ വാതിൽ അടച്ചു, അതിൻ്റെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഗ്രില്ലൊക്കെ അടച്ചിട്ടാണ് ഞങ്ങളന്ന് കിടക്കാനിറങ്ങിയത്. 11:30 മണിയോടെ ഞാൻ 2 പട്ടികളുണ്ട്, 2 വളർത്തുനായുണ്ട്. അത് നല്ല ഊർജ്ജസ്വല വളർത്തുനായതാണ്. അവരെ കഴിച്ചു വിട്ട് മുറിയിൽ കയറി ഞാൻ കിടന്നുറങ്ങി. 11:30 1:15 ഈ പട്ടികളുടെ കൊര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ബാർക്കിംഗ്, ഡോഗ്സ് ബാർക്കിംഗ്. അങ്ങനെ കുര കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ എഴുന്നേറ്റ് വല്ല പാമ്പോ അല്ലെങ്കിൽ കാട്ടുപൂച്ചയൊക്കെ വരുമ്പോഴാണ് ഈ പട്ടികൾ ഇങ്ങനെ കുരയ്ക്കാറുള്ളത്. അപ്പോൾ ഞാനത് സാധാരണ ഒരു റുട്ടീനായതുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. അച്ഛനെ ഫോണിൽ വിളിച്ചു, ആ സ്ത്രീയെ ഞാൻ ഫോണിൽ വിളിച്ചു, എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട്. സാധാരണ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ അറ്റൻഡ് ചെയ്യും. അവർ അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ നല്ല ഡീപ്പ് സ്ലീപ്പാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ പതിവ് പോലെ തന്നെ ഞാൻ പുറത്തേക്ക് പോയി. ആദ്യം ലൈറ്റ് ഓൺ ചെയ്തിട്ട് പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പക്ഷെ പട്ടി കൊരക്കുന്നത് കണ്ടു വീണ്ടും. അപ്പോൾ ഞാൻ ഗ്രില്ല് തുറന്നു. ആരും കാണാഞ്ഞതുകൊണ്ട് ഞാൻ ഗ്രില്ല് തുറന്നു, വാതിൽ തുറന്നു. പട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പട്ടി പുറകോട്ട് പോവുകയായിരുന്നു. സാധാരണ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന പട്ടി പുറകിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും അടുത്തേക്ക് ചെന്നപ്പോൾ പുറകിൽ നിന്ന് 2 പേര് അവർ കാറിൻ്റെ മറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവർ പുറകിൽ നിന്ന് കഴുത്തെ പിടിച്ചു, വടി കൊണ്ടടിച്ച്, കൈ കൊണ്ട് തടുത്തു, വീണ്ടും ഇരുമ്പോടിക്ക് അടിച്ചു, അതും കൈ കൊണ്ടൊന്ന് തടുത്തു. പക്ഷേ വലതുവശത്ത് ഒരു ക്രോബാറ്, അയൺ ബാർ കൊണ്ട് അടിച്ചു. അടിയിൽ എൻ്റെ എന്താ പറയുക, നിലതെറ്റി. പിന്നെ മോത് ഇങ്ങനെ മുഷ്ടി ഉരുട്ടിയാണ് ഇടിച്ചത്. 3-4 ഇടി ഇടിച്ചു. ആ ഇടിയിൽ ഞാൻ വീണപ്പോൾ തന്നെ 2 കൈയും അവർ ലോക്ക് ചെയ്തു, പുറകിൽ ലോക്ക് ചെയ്തപ്പോൾ ഇത് ഡിസ്ലൊക്കേറ്റായി. ആ വേദനയിൽ ഞാൻ കരയാൻ തുടങ്ങിയപ്പോൾ കട്ടാമ്പാര എടുത്തിട്ട് ഇവിടെ കുത്തിപ്പിടിച്ചിട്ട് മിണ്ടിപ്പോകരുത്, ഒച്ചയുണ്ടാക്കരുത്, നിങ്ങൾ ക്യാഷ് എവിടെ വെച്ചിരിക്കുന്നത് അത് കാണിച്ചു തരിക, ഞങ്ങളത് എടുത്തിട്ട് കുയിപ്പോളാം, ഇല്ലെങ്കിൽ നിങ്ങളെ കൊല്ലൂ. അതായിരുന്നു അവരുടെ സംസാരം. ഒഡിയ ഭാഷയിലാണ് അവർ സംസാരിച്ചു തുടങ്ങിയത്. എനിക്കധികം ഒഡിയ സംസാരിക്കാൻ അറിയില്ല, പക്ഷേ കേട്ടാൽ മനസ്സിലാവും. അത് ഞാൻ ഹിന്ദിയിൽ പറഞ്ഞു. ഞങ്ങളുടെ പൈസ ഒന്നുമില്ല, ഞങ്ങൾ ഓൺലൈൻ ട്രാൻസാക്ഷനാണ്, ബാങ്ക് വഴിയാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ച് പൈസയേ ഉള്ളൂ, അതെൻ്റെ മുറിയിലുണ്ട്, അതുകൊണ്ട് ഞാനതെടുത്ത് തരാം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവർ മുറി കാണിച്ചു തരാൻ പറഞ്ഞു. കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ അവർ വീണ്ടും വടി വെച്ച് ഈ വട്ടക്കിണി ചന്തിയിലാണ് അടിക്കുന്നത്. അടിച്ച് എന്നെ മുറിയിലോട്ട് കൊണ്ടുപോയി മുറിയിലിരുത്തിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി പുറകിൽ ഗ്രില്ലെല്ലാം ഈ ഗ്രില്ലെല്ലാം തകർത്തിട്ട് 3-4 പേര് പുറകിലൂടെ ഓൾറെഡി ഈ ഭവനത്തിലേക്ക് കയറിയായിരുന്നു. അപ്പോൾ ഫ്രണ്ട് വഴി ഓടിപ്പോകാതിരിക്കാനായിരിക്കും ചിലപ്പോൾ അവരവിടെ ഒളിച്ചിരുന്നേച്ചത്. മുറിയിൽ ചെന്ന് ഇരുത്തി, വീണ്ടും 3-4 അടിയൊക്കെ അടിച്ചു, മുഖത്ത് ഇടിച്ചു, ഇരുത്തി. അപ്പോഴാണ് ലീനസ് അച്ഛനെ, പ്രായമുള്ള 90 വയസ്സുള്ള അച്ഛനെ മുറിയിൽ നിന്ന് വായ നല്ലോണം വലിച്ചു മുറുക്കി കെട്ടി, കൈ രണ്ടും പുറയിലേക്ക് കെട്ടി. അച്ഛന് മിനിമം ഡ്രസ്സ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു തോർത്ത് മാത്രം. നല്ല ചൂട് കാലാവസ്ഥയുണ്ട്,
രാത്രിയിൽ ഞങ്ങൾ അങ്ങനെയാണ് കിടക്കുന്നത്. മിനിമം ഡ്രസ്സാണ്. ആ ഡ്രസ്സുമായിട്ട് അച്ഛനെ മുറിയിലോട്ട് കൊണ്ടുവന്നു. അത് കാണാനിടയപ്പോൾ കർത്താവിനെ ചമ്പട്ടി അടിക്കാനായിട്ട് മിനിമം ഡ്രസ്സിൽ കെട്ടിയിട്ട് അടിച്ച സീനായിരുന്നു ഓർമ്മ വന്നത്. അച്ഛനെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അച്ഛൻ്റെ കാലിൽ രണ്ടും ഡ്രാഗ് ചെയ്തപ്പോൾ തൊലിയെല്ലാം പോയിട്ട് മുറിവുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒത്തിരി സങ്കടവും ഞങ്ങൾക്കറിയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛനൊന്നും ചെയ്യരുത്, എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോ, അച്ഛനൊന്നും ചെയ്യരുത്. അച്ഛന് 90 വയസ്സുണ്ട്, രോഗിയാണ്, അച്ഛനെ മർദ്ദിക്കരുത്. എന്നിട്ട് അവരൊന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ചെയ്യില്ല, പൈസ എവിടെ വെച്ചിരിക്കുന്നത്, പൈസ എടുത്ത് തന്നാലും ഞങ്ങൾ പോയിക്കോളാം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേഴ്സ് കാണിച്ചു കൊടുത്തു, ഇത്രയും പൈസ ഉള്ളൂ. 30,000 രൂപയോളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നുവെച്ചാൽ കുർബാന പൈസ ഉണ്ടായിരുന്നു, പോക്കറ്റ് മണിയായിട്ട് ഒരു 3,000 രൂപ ഉണ്ടായിരുന്നു. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ATM-ലൂടെ വിത്ഡ്രോ ചെയ്ത ഒരു 7,000 രൂപ, അങ്ങനെ 30,000 രൂപ ഉണ്ടായിരുന്നു. അത് കൊടുത്തിട്ടും അവർ വീണ്ടും അടിച്ചിട്ട് പറയുക പൈസ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവരെ അച്ഛൻ എൻ്റെ മുറി കൊണ്ടുവന്ന് ആ സ്ത്രീയെയും എൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ കട്ടിലിരുത്തി. എൻ്റെ കട്ടിൽ സ്ത്രീ ഇരുത്തി, ഞാനിരിക്കുന്ന ഓഫീസ് ചെയർ പോലെ ചെയറിൽ ലീനസ് അച്ഛനെ ഇരുത്തി. അവരുടെ മുൻപിൽ തറയിൽ എൻ്റെ വായയും കൈയും കാലും കെട്ടിയിട്ടിട്ട് ഒരാൾ കാലിലും മുറുകെ പിടിച്ചു, ഒരാൾ ഷോൾഡറിലും അമർക്കി പിടിച്ചു. എന്നിട്ട് മറ്റേയാൾ പൊക്കമുള്ള ഒരാൾ വടി കൊണ്ട് എൻ്റെ ചന്തി അടിച്ച് തകർക്കുകയായിരുന്നു. നല്ല എന്താ പറയുക, 2 കൈ കൂടി ചേർത്ത് പിടിക്കുന്ന വിധത്തിൽ വണ്ണമുള്ള വടി വെച്ചാണ് അടിച്ചത്. ആദ്യത്തെ അടിയിൽ തന്നെ തലമുതൽ പോലെ വിറച്ചു പോയി. 2ാമത്തെ അടി കഴിഞ്ഞു. 3ാമത്തെ അടി തൊട്ട് പഴന്തോണിയിൽ അടിക്കുന്ന പോലെയാണ് മരവിച്ചു പോയി മൊത്തം ശരീരം. അപ്പം ഞാൻ വിചാരിച്ചു കൊന്നിട്ടേ പോവുള്ളൂ. വീണ്ടും അവർ പുറത്തിറങ്ങി, എല്ലാ മുറികളും കയറി ഇറങ്ങി, എല്ലാം തകർത്ത്, ഷെൽഫെല്ലാം തകർത്ത്. തൊട്ടടുത്തുണ്ടായിരുന്ന തദിവൂസ് എന്ന അച്ഛൻ നാട്ടിലായിരുന്നു. അച്ഛൻ്റെ മുറിയിൽ കയറി അച്ഛൻ്റെ ഷെൽഫിലുണ്ടായിരുന്ന എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ പ്രിൻ്റർ എടുത്തു, പിള്ളേരെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കീബോർഡ്, ഒരു 40,000 രൂപയുടെ കീബോർഡ്. അവർ ലാപ്ടോപ്പൊന്നും കൊണ്ടുപോയില്ല. ഞങ്ങൾ മൊബൈലെല്ലാം എടുത്തിട്ട് അവർ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്തു. അത് പിറ്റേ ദിവസം പോലീസ് വന്നപ്പോഴാണ് അത് റിക്കവർ ചെയ്തത്. സീസ് ചെയ്തിട്ട് വീണ്ടും തന്നു. അതിൻ്റെ സിം കാർഡൊക്കെ ഞങ്ങൾക്ക് കിട്ടിയോണ്ടാണ് വീണ്ടും ആളുകളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത്. ഇത് ചെയ്തതിന് ശേഷം അച്ഛനെ വീണ്ടും അച്ഛൻ്റെ മുറി കൊണ്ടുപോയിട്ട് പൂട്ടി, പുറത്തുനിന്ന് പൂട്ടി. അതേപോലെ ആ സ്ത്രീയെയും സ്ത്രീയുടെ മുറിയിലോട്ട് കൊണ്ടുപോയി പുറത്തുനിന്ന് പൂട്ടി. വീണ്ടും മുറിയിലോട്ട് വന്ന് എന്നെ ചവിട്ടുകയായിരുന്നു പുറകിൽ അടിച്ച്. ഓൾറെഡി മരവിച്ച് കിടക്കുന്ന ശരീരമാണ്, എങ്കിലും ചവിട്ടിയുടെ എനിക്കൊരു ഫീലിംഗ് ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും, ഞാൻ കരയാതിരുന്നത് കൊണ്ടായിരിക്കും എന്നെ കൊല്ലാതിരുന്നത്. പിന്നെ ഒരു കത്തി കഴുത്തിൽ വെച്ചു, വീണ്ടും പൈസയുടെ വെച്ചിരിക്കുന്നത് വെച്ചു. പിന്നെ ഒരു പ്ലെയർ എടുത്ത് കയ്യിലമർത്തി പിടിച്ചിട്ട് കൈ മുറിച്ച് കളയും, പൈസ ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ കൊന്നുകളയും. പിന്നെ അതിനിടയ്ക്ക് ഒരാൾ കെട്ടഴിച്ചിട്ട് ഓരോ അടിയടിച്ചതിന് ശേഷം, കരച്ചിൽ നിന്നതിന് ശേഷം, ആ വേദന നിന്നതിന് ശേഷം വായിൽ കെട്ടഴിച്ചിട്ട് ചോദിക്കുന്നതാണ് എവിടെയാണ് പൈസ വെച്ചിരിക്കുന്നത്, അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും, അതുകൊണ്ട് വീണ്ടും പറയുക. അന്ന് വീണ്ടും കേട്ടും അടിക്കും. അതായിരുന്നു അവരുടെ ഒരു പ്രൊസീജിയർ ഓഫ് ടോർച്ചറിങ്. അതിനുശേഷം അവർ എല്ലാം താറുമാറിയതിന് ശേഷം അവർ പുറത്തുനിന്ന് വാതിൽ പൂട്ടിയിട്ടാണ് പോയത്. പക്ഷേ എൻ്റെ കൈയും വായയും കാലും ഇങ്ങനെ കെട്ടിയിട്ടിരിക്കണമെന്ന് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു 4 മണി വരെ, അതിരാവിലെ 1:30 മുതൽ 4 മണി വരെ ആയിരുന്നു ഈ പീഡനം ഞങ്ങൾ ഏൽക്കേണ്ടി വന്നത്. ഇവർ 7 പേരോളം ഉണ്ടായിരുന്നു. അതിനകത്ത് 2 പേര് സ്ത്രീകളുടെ വേഷത്തിലായിരുന്നു. ഒരാളൊരു മഞ്ഞ ചുരിദാർ ധരിച്ചിട്ട്, ഒരാളൊരു കറുത്ത ചുരിദാർ ധരിച്ചിട്ട്, ബാക്കിയുള്ളവർ കറുത്ത ബനിയനും പാൻസും ധരിച്ചിട്ട്, കയ്യിൽ ഗ്ലൗസ്, കാലിൽ സോക്സ്, ചെരുപ്പൊന്നും ധരിച്ചിട്ടില്ല, ഷൂ ഒന്നും ധരിച്ചിട്ടില്ല. തല കംപ്ലീറ്റ് മങ്കി ക്യാപ്പും പിന്നെ മാസ്കും ധരിച്ച് കവർ ചെയ്ത്, കണ്ണ് മാത്രം ചെറിയൊരു ദ്വാരം, പിന്നെ വായയ്ക്ക് ചെറിയൊരു ദ്വാരം, അതുമാത്രമാണ് കാണാൻ പറ്റുന്നത്. ഒരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അവർ സൃഷ്ടിച്ചത്. അതിനുശേഷം അവർ കാറിൻ്റെ കീ ചോദിച്ചു, കാറിലാണോ പൈസ വെച്ചിരിക്കുന്നത്. അപ്പോൾ കാറിൻ്റെ കീ കൊടുത്തു. അപ്പോൾ അവർ കാറ് തുറന്ന് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന ബൈക്കിൻ്റെയും ഒമ്നിയുടെയൊക്കെ വണ്ടികളിലൊക്കെ താക്കോലൊക്കെ കാറിനകത്തിട്ടിട്ട് അത് പുറത്തുനിന്ന് പൂട്ടി. ഈ കാറിൻ്റെ താക്കോല് അവർ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് പോയത്. ഞങ്ങളത്
കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2 ദിവസത്തിന് ശേഷമാണ് ഒരച്ഛൻ പുറത്ത് പോകാനായിട്ട് ഹെൽമെറ്റ് എടുത്തപ്പോഴാണ് കാറിൻ്റെ കീ റിക്കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ പോകാനായിട്ട് എന്നെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു കണക്കിന് ഡ്രാഗ് ചെയ്ത് മുട്ടുമേൽ നിന്ന് കൈ ഇങ്ങനെയാണ് കെട്ടിയിരുന്നത്. ഇങ്ങനെ കെട്ടിയിരുന്നത് കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇങ്ങനെ പുറകിൽ എന്നിട്ട് ഒരാൾ മുട്ടു കുത്തിയിരുന്ന് കാലയിൽ കെട്ടഴിച്ചു. പിന്നെ കൈയുടെ കെട്ടഴിക്കാനായിട്ട് കെട്ടെങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള എൻ്റെ മുറിയിലുള്ള അലമാരയുടെ മിററിൽ പോയി ഈ കെട്ട് എങ്ങനെയാണ് കെട്ടിയിരിക്കുന്ന ഒരു കാൽക്കുലേറ്ററായിട്ടുള്ളൊരു ചിന്തയിൽ പോയി കട്ടിൽ മേലെ നമ്മൾ മൊസ്കിറ്റോൻ്റെ വലയിടാനുള്ളൊരു കമ്പിയില്ലേ, അതിനുവേണ്ടി ക്ലാമ്പ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാമ്പിൽ കൊണ്ട് കൈവച്ച് ഡ്രാഗ് ചെയ്ത് 4 മണി മുതൽ 5:15 വരെ അത് ട്രൈ ചെയ്തിട്ടാണ് കെട്ടഴിച്ചത്. ആ കെട്ടഴിച്ചതിൻ്റെ പാടുകളാണ് ഈ കയ്യിലൊക്കെ കാണുന്നത്. പക്ഷേ ഈ വേദനയൊന്നും തോന്നിയില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ചിന്തയായിരുന്നു. കെട്ടഴിച്ച് കഴിഞ്ഞു, വായിൽ കെട്ടഴിച്ചു, ആശ്വാസമായി. മുണ്ട് ഒക്കെ ആ സമയത്ത് അവർ ഉലിഞ്ഞൊക്കെ പോയെങ്കിലും ഞാൻ ടൈറ്റ് ചെയ്തു. വേഗം ഒരു ജനാല തുറന്നു. ആ ജനാലയിലൂടെ ജനങ്ങൾ, ഈ വില്ലേജിലെ ആളുകൾ നദിയിൽ കുളിക്കാൻ പോകുന്നത് ആ വഴിയാണ്. ഒരു 300 മീറ്റർ അകലെയാണ്. അപ്പോൾ ഈ ഇടിച്ചുകൊണ്ട് നീര് വെച്ചുകൊണ്ട് തുറന്ന് ഒച്ചെടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. എങ്കിലും ശക്തി ആർജിച്ച് ഞാൻ വിളിച്ചു തുടങ്ങിയപ്പോഴാണ് തൊട്ടടുത്ത് ലീനസ് അച്ഛൻ്റെ, എൻ്റെ പ്രായമുള്ള അച്ഛൻ്റെ മുറിയിൽ നിന്ന് അച്ഛൻ്റെ ശബ്ദം കേട്ട്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, സിൽവനച്ച ഓക്കെ ആണോ, ജീവിച്ചിരിപ്പുണ്ടല്ലേ, പ്രൈസ് ദ ലോർഡ്. അത് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി, കാരണം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനും ജീവിച്ചിരിപ്പുണ്ട്, ഓക്കെ കുഴപ്പമില്ല. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, അച്ഛനെ വിളിക്കുക, ദൈവം കൂടെയുണ്ട്, ആളുകൾ വിളിക്കുക, നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ ആളുകളെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഒരു ടോർച്ച് ലൈറ്റ് അടിച്ചു, അച്ഛനെ വിളിക്കാൻ തുടങ്ങി. 2 പേരത് കേട്ടു. അവർ വില്ലേജേഴ്സ് ഓടി വന്നു ഞങ്ങളെ റിലീസ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളെ പുറത്തോട്ട് വരികയും രക്ഷപ്പെടുകയും ചെയ്തത്. അതിനിടയ്ക്ക് ഞങ്ങളെ മർദ്ദിക്കുന്നതിനിടയ്ക്ക് ഇവർ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കെട്ടിവെച്ചത്, ഞങ്ങളോട് ക്ഷമിക്കണം, മാഫ് കീജിയെ ഫാദർ ജി, ഹംകോ ചാക്കു ദിക്കാക്കർ ഹംകോ ലേക്ക് ആയാ ഹേ ഇൻ ലോഗ്. മതലബ് 7 പേരുണ്ടായിരുന്നതിൽ 1-2 പേര് ലോക്കൽസ് ആണെന്നുള്ളതാണ് ഇവരെ സഹായിക്കാനായിട്ടുള്ളവർ. അവർ ചിലപ്പോൾ ഇമോഷണലായിട്ട് ചിലപ്പോൾ പറയുന്നതായിരിക്കും. അവരെന്നിട്ടത് പറഞ്ഞിട്ടാണ് പറയുന്നത്, എന്ത് ചോദിച്ചാലും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊല ചെയ്യും. അതുകൊണ്ട് എവിടേക്കാണ് ക്യാഷ് വെച്ചിരിക്കുന്നത്, ക്യാഷ് മാത്രം മതി. ഞാൻ ATM കാർഡ് കൊടുത്തു, ഞാൻ ഈ ചെക്ക് ബുക്ക് കൊടുത്തു, ഒപ്പിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. അവർക്കതൊന്നും വേണ്ട, അവർക്ക് വേണ്ടത് ക്യാഷ് മാത്രമായിരുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 30,000 രൂപ, പിന്നെ മറ്റേ അച്ഛൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, അതെല്ലാം അവർ പിടിച്ച് വാങ്ങിച്ചിട്ടാണ് പോയത്. പിന്നെ ഈ പ്രിൻ്ററും പിള്ളേരുടെ പിയാനോയും ഒക്കെ ആയിട്ടാണ് പോയത്. ബാക്കിയെല്ലാം TV ഒക്കെ നശിപ്പിച്ചു. പിന്നെ അതിൻ്റെ സെറ്റപ്പ് ബോക്സ് കൊണ്ടുപോയി. ചിലപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും അത് CCTV ക്യാമറ ആയിരുന്നായിരിക്കും, അതിൻ്റെ ഹാർഡ് ഡിസ്ക് ആയിരിക്കും എന്ന് കരുതിയായിരിക്കും അവരത് കൊണ്ടുപോയത്. അതിന് ശേഷം റിലീസ് ചെയ്യുന്ന ശേഷം ഏറ്റവും അവസാനം അവർ എന്നെ ഒന്നും കൂടി ചവിട്ടുകയായിരുന്നു, പുറകിൽ ചവിട്ടി. എനിക്ക് മരയൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു വേദന ഒന്നും ഇല്ലായിരുന്നു. അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെവിടെ നിന്നാണ് വന്നത്, തിരിച്ചു പോയിക്കൊള്ളുക എന്താ പറഞ്ഞത്, ജഹാസെ ആയ ഹേ വഹ വാപ്പസ് ചലേ ജാന. അതാണ് അവർ അവസാനമായിട്ട് പറഞ്ഞത്. എവിടെ നിന്ന് വന്നോ തിരിച്ചു പോവുകയും. അതിനുശേഷം ഒമ്നിയുടെ സ്പെയർ കീ ഉണ്ടായിരുന്നു എൻ്റെ മുറിയിൽ, ഒരു ഫയലിൽ വെച്ചിരിക്കുകയായിരുന്നു. ആ സ്പെയർ കീ എടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങി. അച്ഛനെപ്പോഴും ലീനസ് അച്ഛനെപ്പോഴും അച്ഛൻ്റെ കെട്ട കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ആ സ്ത്രീയുടെ മുറി ചെന്നപ്പോഴേക്കും ആ സ്ത്രീയുടെ കൈകെട്ട കഴിച്ചു കൊടുത്തു. അവരും സ്വതന്ത്രരായി. എങ്കിലും ആ ഒരു ഫിയർ ഉണ്ടായിരുന്നു, കാരണം അവരുടെ മുൻപിലിട്ടാണ് എന്നെ കമിഴ്ത്തി കിടത്തിയിട്ടാണ് അടിച്ചത്. അതൊരു പേടിയും വിഷമമൊക്കെ അവരുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച്, എനിക്കൊരു കുഴപ്പമില്ല, ആർക്കൊരു കുഴപ്പമില്ല, പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. വേഗം പിന്നെ ഒമ്നിയുടെ കീ എടുത്ത് ഒമ്നി വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അകത്ത് കയറി ഇരുന്നപ്പോഴാണ് സ്വർഗം കണ്ടത്. കാരണം ഈ പുറകിലെ ഭാഗം കംപ്ലീറ്റ് ജാമായിരുന്നുകൊണ്ട് ഒത്തിരി വേദന എടുത്ത്. എങ്കിലും തൊട്ടടുത്തുള്ള സെൻറ്റ് തോമസ് സ്കൂളിൽ, അവിടെയാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അവിടെ നിരഞ്ജൻ ജന ഒറീസ എന്നുള്ളൊരു അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് വണ്ടി ഓടിച്ച് ചെന്ന് അച്ഛനോട് കാര്യം പറഞ്ഞു. എന്നിട്ട് അവരെയും കൂട്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു. അവർ വന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു.
അങ്ങനെയാണ് ഈ മൊബൈലൊക്കെ ടോയ്ലറ്റിൽ കിടക്കുന്ന മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തൊക്കെ ഞങ്ങളെ അവരെ സഹായിച്ച് ആ ഒരു എന്താ പറയുക ഞങ്ങൾക്കൊരു കംഫർട്ടും കൺസോളേഷനൊക്കെ കിട്ടിയത്. ഇതാണ് സംഭവിച്ചത് ആ ദിവസം. അച്ഛാ, ഇപ്പോൾ ഇതിൽ നിന്ന് അച്ഛന് എന്താ തോന്നിയത്? അത് കാർച്ചാശ്രമത്തിൻ്റെ ഭാഗമായിരുന്നോ, അതല്ലെങ്കിൽ ഇവർക്ക് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഏർപ്പെടുത്തണം, അങ്ങനെ രീതിയിലുള്ള ആ ഒരു ഉദ്ദേശമായിരുന്നോ? അവരിൽ നിന്നുള്ള ഒരു വാക്ക് ഏറ്റവും അവസാനം, നിങ്ങളിവിടെ നിൽക്കരുത്, തിരിച്ചു പോയിക്കൊള്ളുക, ആ ഒരു തിരിച്ചു പോയിക്കൊള്ളുക. അതിൽ നിന്ന് ചിലപ്പോൾ ഈ മിഷൻ അവസാനിപ്പിച്ച് പോവുക എന്നുള്ളതാണ്. അവർക്കത് താല്പര്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ അടിച്ചത് എന്തുകൊണ്ട്, ഉള്ള പൈസകൾ കൊടുത്തിട്ടും എന്തിനാണ് ഇത്ര മാത്രം ഞങ്ങളെ പീഡിപ്പിച്ചു എന്നുള്ളത് അതെനിക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അവർ ചിലപ്പോൾ അത്രമാത്രം ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ട് ഭയപ്പെടുത്തിയിട്ട് തിരിച്ച് അയക്കാനായിരിക്കും, അവിടെ നിന്ന് മാറ്റി നിർത്താനായിരിക്കും. ഞങ്ങൾക്ക് അവിടെ ഇപ്പോൾ റീജിയണൽ വികാരിയേറ്റ് എന്ന് പറയുന്നത് ബോസ് വെല്ലശ്ശേരി മഞ്ഞമ്മൽ അച്ഛനാണ്. അച്ഛനാണ് ഞങ്ങളുടെ റീജിയണൽ വികാരി. പിന്നെ മലയാളികൾ അച്ഛൻ ആൻ്റണി പോളക്കാട്ട് അച്ഛനുണ്ട്, ആൻ്റണി ലെനിൻ അച്ഛനുണ്ട്, ആൻ്റണി ടിനു അച്ഛനുണ്ട്, ജെൻസൺ അച്ഛനൊക്കെ തിരിച്ചു പോകുന്നായിരുന്നു. പിന്നെ മലയാളിയായിട്ടുള്ള ഞാനുണ്ട്, പിന്നെ തദേവൂസ് മുണ്ടഞ്ചേരി അച്ഛനുണ്ട്, ലീനസ്പത്തും വിട്ടിലച്ഛൻ, അങ്ങനെ കുറച്ച് മലയാളി അച്ഛന്മാർ ഞങ്ങൾ 5 സ്ഥലങ്ങളിൽ മിഷൻ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ലൈഗുഡ ഏരിയയിലാണ് കൂടുതൽ മിഷൻ പ്രവർത്തനം നടക്കുന്നത്. അവിടെ 10-35 ഗ്രാമങ്ങളിലാണ് ഞങ്ങളുടെ അച്ഛന്മാർ സേവനം ചെയ്യുന്നത്. അവിടെ ക്രിസ്ത്യൻസ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി സഹായം ചെയ്യുന്നുണ്ട്. മതപരിവർത്തനമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ യേശുവിൻ്റെ വചനം പ്രഘോഷിക്കുന്നു, യേശുവിന് സ്നേഹം കൊടുക്കുന്നു, കരുണ കാണിക്കുന്നു. ഇപ്പോൾ അച്ഛൻ 15 വർഷമായിട്ട് അവിടെ ആയിരുന്നു. ഇതിന് മുൻപൊന്നും ഇതുപോലെയുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ ഏതെങ്കിലും നമ്മുടെ അച്ഛന്മാർക്കോ മിഷൻ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള മറ്റുള്ളവർക്കോ ഫേസ് ചെയ്ത് വന്നത്? തീർച്ചയായിട്ടും ആ രൂപതയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സാമ്പൽപൂർ രൂപതയിലാണ്. ആ രൂപതയിൽ അന്നേ ദിവസം അവിടുത്തെ ഞങ്ങളുടെ ബിഷപ്പ് വന്നു, നിരഞ്ജൻ സുവാൽ സിംഗ് ബിഷപ്പ് വന്നായിരുന്നു. അച്ഛനും സെക്രട്ടറി അച്ഛന്മാരെല്ലാവരും വന്നു. 6ാമത്തെ സംഭവമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ആ രൂപതയിൽ തന്നെ. ഈ വർക്കിൽ പല വർഷങ്ങളായിട്ട്, ഒരു 5, 6, 7 വർഷങ്ങളിലായിട്ട് ഓരോ വർഷവും ഇവരൊരു ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഈ വെക്കേഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് അച്ഛന്മാർ കുറവുള്ള സമയത്ത് അവർ വന്ന് അവരെ ലോക്കലായിട്ടുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് എത്ര പേരുണ്ട്, എങ്ങനെയൊക്കെയാണ് അവർ താമസിക്കുന്നത്, ക്യാഷ് എങ്ങനെയാണ് അവർ സമ്പാദിക്കുന്നത്, ഇതെല്ലാം നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ വന്ന് ആക്രമിച്ച് ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു കൊള്ളസംഘം പോലെ തന്നെ. പോലീസുകാരുടെ ഭാഗത്തു നിന്നൊന്നും അവർ ആക്ഷൻ എടുക്കുന്നുണ്ടെന്ന് പറയുന്നല്ലാതെ 2-3 ദിവസം പെട്രോളിംഗ് ഒക്കെ നടത്തി. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്നലെയും ഞാൻ അവിടുത്തെ തദേവൂസ് അച്ഛനെ വിളിച്ച് അച്ഛൻ പറഞ്ഞ് കളക്ടറേറ്റിൽ പോയിട്ട് വീണ്ടും നിവേദനം കൊടുത്തിട്ടുണ്ട്. എങ്കിലും അവർ ആക്ഷൻ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ പരേഡ് നടത്താം, അവിടെയുള്ള ഗുണ്ടകളെയൊക്കെ വിളിച്ച് ഒരു പരേഡ് നടത്താം. പക്ഷേ എങ്ങനെ തിരിച്ചറിയും? 6 അടി പൊക്കമുള്ള ഒരാളെയാണ് ഞാൻ കണ്ടത്. അതേപോലെ ഒരു 6 പേരെ നിർത്തിയിട്ട് ഇതിനകത്ത് ആരാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ മുഖംമൂടിയൊക്കെ കവർ ചെയ്ത് ഗ്ലൗസും സോക്സൊക്കെ ധരിച്ച് വന്നവരാണ്. അതൊന്നും തിരിച്ചറിയാനൊന്നും പറ്റില്ല. അതൊക്കെ അവരുടെ ഒരു ഭാഗത്തു നിന്ന് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നതല്ലാണ്ട് നമുക്കൊരു സപ്പോർട്ടും ഒരു സംരക്ഷണവും കിട്ടുന്നില്ലെന്നുള്ളതാണ്. അവരുടെ സേവനം അവർ ലഭിക്കുന്നുണ്ടെങ്കിലും അവരുടെ തന്നെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിച്ച് വളർത്തുന്നുണ്ടെങ്കിലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കിട്ടുന്നുണ്ട്. ഇതാണ് സംഭവിച്ചത്. പ്രത്യേകമായിട്ട് ഓർക്കുക, ഞങ്ങളുടെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി അച്ഛന്മാരോടെ സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകുക. ഇനിയുള്ള അച്ഛന്മാരൊക്കെ പേടിച്ചിട്ടുണ്ട്, ഒത്തിരി അച്ഛന്മാർ പേടിച്ചിരിക്കുകയാണ്. ചിലവരൊക്കെ തിരിച്ചു പോകണം, ഫോറിനെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ലീനസ് അച്ഛൻ പറയുന്നത് ഇപ്പം തന്നെ ഞാൻ പോവുകയാണ്. അച്ഛൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തെന്നാണ് പറയുന്നത്. ഈ 4-ാം തീയതി തന്നെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. എനിക്കും ഇതൊന്നും ബെറ്ററായിട്ട് പോകണം, കുറേ കാര്യങ്ങളൊക്കെ. എത്ര ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണ് ഡോക്ടർ പറഞ്ഞ് 2 മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഈ പുരോഗതി ഞാൻ പല ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ പരിശ്രമിക്കുന്നു, സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ സ്വയം തന്നെ ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് തന്നെ രക്തോട്ടമൊക്കെ തുടങ്ങി ഇന്നല്ല മിനിയാന്ന് തൊട്ട് സെൻസേഷൻ തുടങ്ങി. എരിച്ചിലും പോച്ചിലൊക്കെ ഉണ്ടെങ്കിലും സഹിക്കുന്നു. ഞാനത് സെമിനാരിൽ ചേരുമ്പോൾ എന്നോടൊരു ചോദിച്ച ഒരു കാര്യമുണ്ട്, എന്താ ആകാനാണ് ആഗ്രഹം? അപ്പോൾ ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത് യേശുവിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് പ്രേക്ഷിത പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഞാൻ എഴുതി കൊടുത്തത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതം അതാണല്ലോ. എൻ്റെ ഒരു ആഗ്രഹം എന്നാൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. എവിടെയായാലും മേലധികാരികൾ പറയുന്നതനുസരിച്ച് കഴിയാനാണ് താല്പര്യം. അവരിപ്പോൾ ഇനി പറഞ്ഞാൽ തിരിച്ചു പോകാൻ പറഞ്ഞാൽ പോകും, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും.
പക്ഷേങ്കിൽ 15 വർഷമായതുകൊണ്ട് ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. 15 വർഷം ഞാൻ അവിടെ സേവനം ചെയ്തു, എനിക്ക് വേറെ ഏതെങ്കിലും ഒരു മിഷൻ എക്സ്പീരിയൻസ് വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തീരുമാനം പോലെ ഇരിക്കും എന്ന് തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ ആവട്ടെ. ഗോഡ് ബ്ലെസ്.